അമേരിക്കൻ ഭരണകൂടത്തിൽ ഏറ്റവും ഉന്നത തലത്തിൽ അഴിച്ചുപണി നടത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിന്റെ ഭാഗമായി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി അലക്സ് വോങ്ങും സ്ഥാനമൊഴിഞ്ഞു. മൈക്ക് വാൾട്സ് സ്ഥാനമൊഴിയുന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. വാൾട്സിന് പകരം മാർക്കോ റൂബിയോ താൽക്കാലികമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ചുമതല നിർവഹിക്കും. നിലവിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് മാർക്കോ റൂബിയോ. സൈനിക നീക്കങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റ് വാൾട്സ് രൂപീകരിച്ചിരുന്നു. അതിൽ അബദ്ധത്തിൽ ദി അറ്റ്ലാന്റിക് എന്ന വാരികയിലെ മാധ്യമപ്രവർത്തകൻ ജെഫ്രി ഗോൾഡ്ബർഗിനെ ചേർത്തു. യമനിലെ ഹൂതികൾക്കെതിരെയുള്ള സൈനിക നടപടികൾ ആസൂത്രണം ചെയ്യുന്ന ഗ്രൂപ്പാണിത്. സൈനിക നടപടികൾ സംബന്ധിച്ച് മുതിർന്ന ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി നടത്തിയ സംഭാഷണങ്ങൾ മാധ്യമപ്രവർത്തകന് ചോർന്നത് വൈറ്റ് ഹൌസിൽ വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഗോൾഡ്ബർഗിന് ചോർന്നു കിട്ടിയ വിവരങ്ങൾ ദി അറ്റ്ലാന്റിക്കിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ്, രഹസ്യാന്വേഷണ വിഭാഗം ഡയറക്ടർ തുൾസി ഗബ്ബാർഡ് തുടങ്ങിയവർ ഉൾപ്പെട്ട ഗ്രൂപ്പിലാണ് അബദ്ധത്തിൽ അറ്റ്ലാന്റിക് പത്രാധിപർ ജെഫ്രി ഗോൾഡ്ബർഗ് കൂടി കടന്നുകൂടിയത്. ഗ്രൂപ്പിൽ കൂടി ലഭിച്ച വിവരങ്ങൾ അറ്റ്ലാന്റിക് കൈയോടെ എക്സ്ക്ലൂസീവായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതീവ സൈനിക രഹസ്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് ഗോൾഡ്ബർഗിനെ ചേർത്തതിൽ വാൾട്സ് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് ഏറ്റവും ഉയർന്ന പദവിയിൽ നിന്ന് ഒഴിയുന്നത്. ചോർന്നു കിട്ടിയ വിവരങ്ങൾ ദി അറ്റ്ലാന്റിക് പ്രസിദ്ധീകരിച്ചതിനു ശേഷം വാൾട്സിന്റെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ വിമർശനങ്ങൾ ഉയർന്നപ്പോഴും ട്രംപ് അദ്ദേഹത്തെ പിന്തുണച്ചു. വാൾട്സ് ഒരു പാഠം പഠിച്ചെന്നും അദ്ദേഹം നല്ല മനുഷ്യനാണെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത്. ട്രംപ് തന്റെ ഭരണകൂടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. തന്റെ ആദ്യ ടൈമിൽ നിരവധി ഉദ്യോഗസ്ഥരെ അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ 2ാം വട്ടം അധികാരത്തിലെത്തിയ ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയായി വാൾട്സ് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ.